റോഡിലെ കുഴിയിൽ വീണാൽ നിങ്ങൾ എന്ത് ചെയ്യും? റോഡുണ്ടാക്കിയവരെ ശപിച്ച് എണീറ്റ് പോകുമോ? എന്നാൽ ഇവിടെ കുഴിയിൽ വീണ് ഒടിഞ്ഞ കൈയുമായി ആ മുറിവുണങ്ങുന്നതിന് മുമ്പേ പ്രതിഷേധവുമായി പൊളിഞ്ഞ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ദമ്പതികളായ നൌഷാദും സുനിതയും. ഇനി ആരും ഈ കുഴിയിൽ വീഴരുതെന്നാണ് പ്രതിഷേധത്തിന്റെ ലക്ഷ്യം. കൂടെ നാട്ടുകാരുമുണ്ട്. ചൊവ്വാഴ്ച രാത്രി ബൈക്കിൽ ആലുവയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു പൂക്കാട്ടുപടി സ്വദേശിയായ നൌഷാദും ഭാര്യയും. ആലുവ ചൂണ്ടി ഭാഗത്ത് നെസ്റ്റ് വില്ലയുടെ മുൻവശത്തെ റോഡിലെ കുഴിയിൽ ഇവർ വീണു. വീഴ്ചയിൽ ഇരുവരും റോഡിന്റെ നടുഭാഗത്തേക്ക് തെറിച്ചു വീണെങ്കിലും മറ്റു വാഹനങ്ങളൊന്നും പോവാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. നൌഷാദിന് കാലിനും നെഞ്ചിനും മുഖത്തുമാണ് പരിക്ക്. സുനിതയുടെ കൈപ്പത്തിയോട് ചേർന്ന് എല്ലിന് പൊട്ടലുണ്ട്. ഇതോടെയാണ് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ എല്ലുപൊട്ടിയ കൈയുമായി സുനിതയും നൌഷാദും തങ്ങൾ വീണ റോഡിലേക്ക് തന്നെ ഇറങ്ങി പ്രതിഷേധിച്ചത്. ഇന്നലെ ആലുവയിൽ നിന്ന് ഞങ്ങൾ പൂക്കാട്ടുപടി വീട്ടിലേക്ക് പോകണം. ഞാനും ഭാര്യ ഉണ്ടായിരുന്നു. ഒരു 7:15 ആ സമയത്താണ്. നല്ല മഴയുണ്ടായിരുന്നു. മഴയത്ത് ഈ കുഴി വെള്ളം കാരണം കാണാൻ പറ്റിയില്ല. വന്ന് ചാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. റൈറ്റ് സൈഡിലേക്കാണ് വീണത്. മുഖടിച്ച് നെഞ്ചടിച്ചൊക്കെ വീണത്. മുഖം, നെഞ്ചും, കൈയും കാലും എല്ലാം പൊട്ടിയിരിക്കുകയാണ്. വൈഫിന്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോ ഗവൺമെന്റ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം മനസ്സിലായി. ഇത് കുഴിയൊക്കെ മൂടണ്ടല്ലേ ഗവൺമെന്റ്? പിന്നെ എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. കട പല്ലിന് 2 പല്ലിന് ഇളക്കമുണ്ട്. പിന്നെ നെഞ്ചടിച്ചാണ് വീണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പം 2 വീലറിന് എത്ര ആളുകൾ ഇതിലെ പോകുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അനാസ്ഥയാണ്. BMW ഒരു വല്ലാത്തൊരു അനാസ്ഥയാണ്. ഇപ്പം ഇന്നലെ ഇപ്പം ഇതിനു മുമ്പും ഒരുപാട് പേര് ഈ കുഴിയിൽ വീണിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കുഴിയിൽ ചേമ്പ് നട്ടും മുദ്രാവാക്യം വിളിച്ചും പിന്തുണയുമായി നാട്ടുകാരും ചേർന്നു. ഇനിയൊരു അപകടമുണ്ടാകുന്നതിന് മുമ്പ് റോഡ് ശരിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പലതവണ അധികാരികളെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഒരാഴ്ചക്ക് മുമ്പേ ഒരു കൊച്ചും തന്തയും തള്ള ഒരു പൊടിക്കൊച്ച് 5 വയസ്സായ 3 വയസ്സായ ഒരു പൊടിക്കൊച്ചും കൂടെ ഇവിടെ വീണ് അതിന്റെ മുഖം മൊത്തം പോയി. അതിനെ ഇപ്പൊ ഇവിടെ അതിന്റെ തന്തയുടെയും തള്ളയുടെയും കാലും കൈ ഒടിഞ്ഞു. എന്നിട്ട് അതിനെ രാജഗിരി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞാണ് ഈ ചേട്ടനും ചേച്ചിയും കൂടെ ഇന്നലെ ഇവിടെ വീണത്. ഇതെന്നും ആക്സിഡന്റ് ആവുക, എപ്പോഴും ആക്സിഡന്റ് ആവുക. വണ്ടിയൊക്കെ വന്ന് ഇതിനകത്ത് വീഴുക. നമുക്ക് എപ്പോഴും ഈ ആശുപത്രി കൊണ്ടുപോകാനേ ഉള്ളൂ സമയം. ഇതിനു വേണ്ടി ഞങ്ങളൊരു ആട്ടോ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുഴി വന്നിട്ട് ഇപ്പം കഴിഞ്ഞ വർഷം ഇവിടെ ഈ വർഷം ഇവിടെ കൊണ്ട് നികത്തിയിട്ട് പിന്നെയും ഈ മഴ പെയ്തു 2 ആഴ്ച കഴിഞ്ഞപ്പോഴും പിന്നെ കുഴി ഇടിയുമായിരുന്നു. കുഴി ഇടിഞ്ഞ് ഓരോരുത്തരും ഇതിനകത്ത് വീഴക്കുക. വണ്ടിക്കാരായാലും എല്ലാം. കഴിഞ്ഞ പ്രാവശ്യം എത്രയോ പേര് വീണ് ആക്സിഡന്റ് ആയി ഭയങ്കര ഇതൊക്കെ ഇവിടെ കാലും കൈ ഒടിഞ്ഞൊരു ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്.